Good morning. ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ വി ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റും വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻ നോക്കാം. ആൽഫ വിയുടെ ഇക്വേഷൻ നമുക്കറിയാം ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി എന്നാണ്. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിലുള്ള ഡെൽറ്റ വിനെ എങ്ങനെ എഴുതാൻ നോക്കാം. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയമാണ്. സോ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ഇതാണ് ഫിഗർ. ഫൈനൽ വോളിയം കൂടുതലായിരിക്കും, ഇനീഷ്യൽ വോളിയം കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത്, ആ ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ഇനീഷ്യൽ ലെങ്ത്ത് എല്ലാണ്. എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഉള്ള ഒരു സൈഡിൻ്റെ ലെങ്ത്ത് ഡെൽറ്റ എല്ലാണ്. അപ്പോൾ ഫൈനൽ വോളിയം എന്ന് പറയുന്നത്, പുതിയ ലെങ്ത്ത് എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ, അതിൻ്റെ ക്യൂബ് മൈനസ് ആദ്യം ഉണ്ടായിരുന്ന ബോക്സിൻ്റെ, ചെറിയ ബോക്സിൻ്റെ വോളിയം എൽ ക്യൂബ്. ഇനി നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്നാണല്ലോ. ഇപ്പോൾ ഇവിടെ അതുപോലെ നമ്മൾ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ എൽ ക്യൂബ് പ്ലസ് 3l സ്ക്വയർ ഡെൽറ്റ എൽ പ്ലസ് 3 ഡെൽറ്റ എൽ സ്ക്വയർ എൽ പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ് അങ്ങനെയായിട്ട് കിട്ടും. ഇവിടെ നമുക്ക് ഡെൽറ്റ എൽ വളരെ ചെറുതായതുകൊണ്ട് അതിൻ്റെ സ്ക്വയറും അതിൻ്റെ ക്യൂബും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. അത് ഈ ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം, ഈ ടേം കളയാം. അതുപോലെ ഈ ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം, സൈസ് കുറവായതുകൊണ്ട്. ഇത് ഈ രണ്ട് ടേം മാത്രം ഇവിടെ ബാക്കി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു എൽ ക്യൂബ് ഉണ്ട് കേട്ടോ. അവിടെ ബാക്കി നിൽക്കുന്നൊരു എൽ ക്യൂബ്, ഈ ഇക്വേഷനിൽ മൈനസ് എൽ ക്യൂബ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് ആ ടേമും ക്യാൻസലായി പോകും, സബ്ട്രാക്ട് ചെയ്ത് പോകും. അപ്പോൾ ബാക്കി വരുന്ന ഡെൽറ്റ വിക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 3 ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ ആ ന്യൂമറേറ്ററിലുള്ള ഡെൽറ്റ വിക്ക് പകരമായിട്ട് നമുക്ക് 3 ഇൻറ്റു എൽ സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് കൊടുക്കാം. അതാണ് ഇവിടെ മാറ്റി എഴുതിയിരിക്കുന്നത് ന്യൂമറേറ്ററിൽ. അതുപോലെ വി എന്ന് വെച്ചാൽ ഇനീഷ്യൽ വോളിയമാണ്, ക്യാപിറ്റൽ വി. അതെന്താണ് ഇനീഷ്യൽ വോളിയം? എൽ ക്യൂബ് അല്ലേ. അപ്പോൾ ആ വിക്ക് പകരം എൽ ക്യൂബും കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു എൽ സ്ക്വയർ ഉണ്ട്, ഇവിടെ എൽ ക്യൂബ് ഉണ്ട്. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഒരു എൽ മാത്രം ഡിനോമിനേറ്ററിൽ ബാക്കി വരും. അപ്പോൾ നമുക്കതിനെ ഒന്ന് മാറ്റി എഴുതാം. ആൽഫ വി എന്ന് പറയുന്നത് ഈ 3 ഇൻറ്റു ബാക്കിയുള്ള ടേംസും ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ആക്ച്വലി എന്താണ് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത്? അത് ആൽഫ എൽ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് കാണുകയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈക്വൽ ടു 3 ടൈംസ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് കാണാൻ പറ്റും. ഇനി ഇവർ തമ്മിൽ 3 പേര് നമ്മളുടെ റിലേഷൻ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും ആ റിലേഷൻ. That is alpha L is to alpha A is to alpha V equal to 1 is to 2 is to 3 എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തായിട്ട് തെർമൽ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ അഥവാ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. എല്ലാ വസ്തുക്കളെ പോലെ തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും, വോളിയം എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വോളിയത്തിൻ്റെ കുറവ് ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. ടെമ്പറേച്ചർ എക്സാക്സിൽ ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ വോളിയം ഓഫ് 1 കിലോഗ്രാം ഓഫ് വാട്ടറാണ് പഠിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അത് ഈ ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ടെമ്പറേച്ചർ കുറഞ്ഞ് വരുന്നതനുസരിച്ച് ഈ പറഞ്ഞ വോളിയം കുറഞ്ഞുണ്ട്. പക്ഷേ കുറഞ്ഞ് 4 ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോൾ അത് അതിൻ്റെ മിനിമത്തിലെത്തുന്നതായിട്ടും പിന്നീട് അങ്ങോട്ട് 4 ഡിഗ്രി എന്നുള്ളത് 3 ഡിഗ്രി 2 ഡിഗ്രി 1 ഡിഗ്രി 0 ഡിഗ്രി അങ്ങനെ കൂടി വരുന്നതായിട്ടും കാണാൻ പറ്റും. ആ ഒരു പ്രത്യേക സ്വഭാവത്തെയാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. സോ 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി അവിടെയാണ് നമുക്ക് അവിടെ ഒരു കോൺട്രാക്ഷൻ കാണാമെന്ന്. ഇറ്റ് കോൺട്രാക്ട്സ് ഓൺ ഹീറ്റിംഗ് ഫ്രം 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ്. So this means the water has the minimum volume and has a maximum density at 4 degree Celsius. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഐസ് വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ കാരണം. ഐസിന് 0 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ. അപ്പോൾ ചുറ്റുപാടുള്ള വെള്ളത്തേക്കാളും വോളിയം കൂടുതലായിരിക്കും 0 ഡിഗ്രി സെൽഷ്യസിൽ. വോളിയം അല്പം കൂടിക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നിശ്ചിത മാസിന് വോളിയം കൂടുമ്പോൾ എന്താവും? ഡെൻസിറ്റി കുറയും. ആ ഡെൻസിറ്റി കുറഞ്ഞാണ് ഐസ് ക്യൂബുകളൊക്കെ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നതായിട്ട് കാണാൻ കാരണം. ഇനി ഈ ഒരു സ്വഭാവം കൊണ്ട് വേറെ ഒരു വാട്ടറിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. Why bodies of water such as lakes and ponds freeze at the top first?
നമ്മുടെ നാട്ടിലധികം കാണാൻ കിട്ടാത്തൊരു പ്രതിഭാസമാണ്. വളരെ തണുപ്പുള്ള രാജ്യങ്ങളിൽ, നല്ല തണുപ്പുള്ള ദിവസങ്ങളിലൊക്കെ ലേക്ക്, തടാകങ്ങളൊക്കെ അതിൻ്റെ മോൾ ഭാഗം മാത്രം ഐസായിട്ട് മാറും. പക്ഷെ താഴെ അപ്പോഴും വാട്ടറായിട്ട് തന്നെ, അതുപോലെ ലിക്വിഡായിട്ട് തന്നെ ഉണ്ടാകും. അവിടെ ജീവജാലങ്ങൾക്ക് സേഫായിട്ട് ജീവിക്കാനും പറ്റും. അത് എങ്ങനെയാണ് ആ ടോപ്പ് ലെയർ മാത്രം ഐസാകുന്നത്? അപ്പോൾ ദിസ് ഈസ് ഡ്യൂ ടു anomalous expansion of water. As a lake cools towards 4 degrees Celsius, the water near the surface become denser and sinks. അപ്പോൾ പ്രകൃതി തണുത്തെടുത്ത് വരുമ്പോൾ, ആകാശത്തു നിന്നുള്ള ആ ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ ടോപ്പ് ലെയറിലുള്ള വാട്ടർ ആയിരിക്കും ആദ്യം തണുത്ത് ഏകദേശം 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആദ്യം എത്തുക. അപ്പോൾ അത്രയും സമയത്തേക്ക് നമ്മൾ നേരത്തെ ഗ്രാഫ് കണ്ട പോലെ ഇത്രയും സമയത്ത് ടെമ്പറേച്ചർ താഴ്ന്നാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുക. സാധാരണ വസ്തുക്കളെ പോലെ തന്നെ ഡെൻസിറ്റി കട്ടി കുറഞ്ഞ് ഡെൻസിറ്റി കൂടും. ആ വാട്ടർ താഴേക്ക് മുങ്ങിപ്പോകും. പക്ഷേ ആ പ്ലേസ് ആരെടുക്കും? താഴെയുള്ള വാട്ടർ മുകളിലേക്ക് ഉയർന്ന് ആ പ്ലേസ് റീപ്ലേസ് ചെയ്യും. ലെസ് ഡെൻസർ വാട്ടർ നിയർ ദ ബോട്ടം റൈസസ്. വെൻ ദിസ് ലെയർ കൂൾസ് ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ഫ്രീസസ്. അപ്പം അങ്ങനെ പുതിയ വെള്ളം മുകളിലെത്തി. അപ്പോൾ ആ വെള്ളം വീണ്ടും തണുത്ത് 4 ഡിഗ്രി സെൽഷ്യസിൽ താണുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? അത് ലെസ് ഡെൻസറായിട്ട് അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് അത് മുകളിൽ തന്നെ പൊങ്ങിക്കിടക്കും. അങ്ങനെ ഒരു ലെയർ ഓഫ് വാട്ടർ അവിടെ ടോപ്പിലുണ്ടാവും. വാട്ടറിൻ്റെ ലെയർ അവിടെ ഉണ്ടാകും. സോ വാട്ടർ അറ്റ് ദ ബോട്ടം പ്രൊട്ടക്ട്സ് അക്വാട്ടിക് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ലൈഫ്. അപ്പം അങ്ങനെ ഒരു ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാത്തുള്ളത് ഈ തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ള കാര്യമാണ്. തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ് ഐസിന്. അതുകൊണ്ട് മുകളിൽ നിന്നുള്ള ലോ ടെമ്പറേച്ചറിനെ പിന്നെ അങ്ങോട്ട് താഴേക്ക്, അതായത് വെള്ളത്തിനടിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെയും വീണ്ടും ഐസ് ഫോർമേഷനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റിംഗ് ലെയറായിട്ട് ഐസ് തന്നെ നിലകൊള്ളും. ഇനി നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഫോർ ഐഡിയൽ ഗ്യാസ് അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് സങ്കല്പിക്കാം. നമുക്ക് ഒരു ബലൂണിൽ ഒരു സർട്ടൻ എമൗണ്ട് ഐഡിയൽ ഗ്യാസ് നിറച്ചിട്ട് അത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കണം. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം. PV = μRT എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ഇത് മ്യൂ മോൾസ് ഓഫ് ഗ്യാസാണ് നമ്മൾ ആ ബലൂണിൽ എടുത്തിരിക്കുന്നത് നോക്കാം. ഇനി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള സിറ്റുവേഷനാണ് പറയുന്നത്. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വോളിയം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ചേഞ്ച് ചെയ്യും അല്ലേ. ടെമ്പറേച്ചർ ആൻഡ് വോളിയം ആർ V and T ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഏതിലായാണ്? ചാൾസ് ലോ അല്ലേ. ചാൾസ് ലോയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പഠിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ അങ്ങനെ ആ ബലൂണിന് നമ്മൾ ചെറുതായിട്ട് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ, ഒരു വെയിലത്തെല്ലാം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും. അതനുസരിച്ച് ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് ΔT നോക്കാം. അപ്പോൾ ഇതിനുണ്ടായ വോളിയം ചേഞ്ചാണ് ΔV നോക്കാം. അപ്പോൾ നമുക്ക് തന്നെ ആ പുതിയ സിറ്റുവേഷന് വേണ്ടി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. P ΔV = μR ΔT എന്ന് എഴുതാം. ഇനി ഈ സ്റ്റെപ്പിൽ കടന്നു പോകുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ P ക്യാൻസലായി പോകും. μR ക്യാൻസലായി പോയിട്ട് ഇക്വേഷൻ നേരിട്ട് ഇങ്ങനെ കിട്ടും. ഇതിലോട്ട് വരും. ΔV/V = ΔT/T എന്ന് കിട്ടും. ഓക്കെ. അതിൽ നിന്ന് നമുക്ക് ഈ ടീനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ക്യാപിറ്റൽ ടീനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതെന്തായിട്ട് വരും? അല്ല, ΔTനെ ΔTനെയാണ് താഴേക്ക് കൊണ്ടുവരിക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്തായിട്ട് മാറും നോക്കി? ΔV / V × ΔT ദാറ്റ് ഈസ് ഈക്വൽ ടു 1/T എന്ന് കാണാൻ പറ്റും. ആക്ച്വലി ΔV / V × ΔT എന്താണ്? ∝V അല്ലേ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ∝V = 1/T. അതായത് ഒരു ഗ്യാസിൻ്റെ കാര്യമാണ് പറയണം. ഗ്യാസിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആൽഫ എന്ന് പറയുന്നത് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ഗ്യാസിൻ്റെ ടെമ്പറേച്ചറിൻ്റെ എങ്ങനെ എടുക്കണം? അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ എടുക്കണം, കെൽവിനിൽ എടുക്കണം. കെൽവിൻ 1/T ചെയ്താൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ.